ഗരം മസാലയും ഇത്തിരി ഉപ്പും ഇട്ടിട്ട് ഒരു സ്വല്പം വെള്ളം ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ പഫ് പോള നമുക്ക് ഉണ്ടാക്കാം. അതിനായി ചിക്കൻ നമ്മൾ കുക്കറിൽ 3 വിസിലേൽപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. മസാലപ്പൊടിയും മഞ്ഞളും ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടൊക്കെയാണ്. വെള്ളമൊന്നും ചേർത്തില്ല. കുക്കറിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. മസാല റെഡിയാക്കാൻ വേണ്ടി 3 ചെറിയ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ഇത്തിരി വേപ്പിലയും കൂടി ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാനിൽ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം മസാല റെഡിയാക്കി എടുക്കാം. അതിലൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് ഫ്രൈ ചെയ്തു. ഒന്ന് മൂത്ത് വന്നപ്പോൾ സവാള ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സവാള നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ 1 മിനിറ്റോളം ക്ലോസ് ചെയ്ത് വെച്ചപ്പോൾ നല്ല വെള്ളമൊക്കെ സവാളയിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് മൂടി മാറ്റിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തപ്പോൾ വേഗം ഫ്രൈ ആയി കിട്ടി. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. മസാലയ്ക്ക് ഞാൻ 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/4 ടീസ്പൂൺ, ചിക്കൻ മസാല 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇത്തിരി കളറിന് വേണ്ടി ഉപയോഗിച്ചത്, അതും 1/2 ടീസ്പൂൺ. ഈ പൊടികളെല്ലാം നമ്മളുടെ നന്നായിട്ട് വഴറ്റിയെടുത്ത സവാളയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. മസാലകളെല്ലാം ചേർത്ത് ഇളക്കിയിട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മല്ലിയില ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഞാൻ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി നല്ല വഴണ്ടി കിട്ടാൻ വേണ്ടി 1 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് ഫ്രൈ എല്ലാം ആയി, നല്ല കുക്കായി. അതിലോട്ട് നമ്മൾ പിച്ചി വെച്ച ചിക്കൻ ഇല്ലേ, നമ്മൾ ചെറുതായിട്ട് അത് കൈകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് കുക്കറിലാക്കാൻ പറയണത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കുക്കറിലാക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി വെള്ളം വരും എക്സസായിട്ട്. ഇതിപ്പോൾ കുക്കറിലാകുമ്പോൾ വെള്ളം ഇല്ലെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് നല്ലൊരു പിച്ച് ചെയ്ത് നമ്മുടെ ഈ മസാലയോട് ചേർക്കാൻ പോവുകയാണ്. ഇളക്കി വെച്ചിട്ട് 1 മിനിറ്റ് ചിക്കനും ഇട്ട് 1 മിനിറ്റ് ഞാൻ വേവിച്ചിട്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി. ചിക്കനിൽ ഇത്തിരി ഉപ്പുണ്ട്, നമ്മൾ മസാലയിൽ ഇത്തിരി ഉപ്പുണ്ട്, അതെല്ലാം നോക്കി പാകത്തിന് ഉപ്പിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് പോള ഉണ്ടാക്കാനുള്ളത് തയ്യാറാക്കാം. ബ്രെഡ് പഫ് ചിക്കൻ പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ബ്രെഡ് സ്ലൈസാക്കി സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ്. 3 മുട്ട ബീറ്ററിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ മിക്സിയിൽ ഓരോന്നായിട്ട് അടിച്ചടിച്ച് നല്ലപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. 3 എഗ്ഗും കൂടെ ഒപ്പം ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ തെറിച്ച് പോകും. അപ്പോൾ ഓരോന്നായിട്ടാണ് ഞാൻ അടിച്ചു വെച്ചത്. അതിൻ്റെ ഉള്ളിൽ ഒരു 3 പച്ചമുളകും മല്ലിയിലയും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ നെയ്യ് നന്നായിട്ട് തേച്ച് മൊത്തം ഈ വരികളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നമ്മൾ മുട്ടയിൽ നന്നായിട്ട് നമ്മൾ ബ്രെഡ് മുക്കിയിട്ട് നമ്മൾ ഇതിൽ ഒരു ഗ്യാപ്പില്ലാത്ത വിധത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ചും കൂടെ കയറ്റി വെക്കുമ്പോൾ എന്നാലും നന്നായിട്ട് നമുക്ക് മുറിക്കുമ്പോഴൊക്കെ നന്നായി ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ വെച്ചു. ഇതിൽ മുകളിലോട്ട് നിൽക്കുന്ന വിധത്തിൽ മുട്ടയിൽ മുക്കി ബ്രെഡ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡുകളിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട്, അതായത് ഫില്ല് ചെയ്യണ വിധത്തിൽ കട്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മസാലകൾ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള എഗ്ഗ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാൻ പോവുകയാണ്. ഉള്ളിടണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇട്ടാൽ പച്ചമുളക് എല്ലാം മാത്രം. അപ്പോൾ ഇതിൻ്റെ മുട്ടയുടെ കണക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർ എത്ര വലിപ്പമുള്ള പാനാണ് എടുക്കുന്നത്, പിന്നെ അതനുസരിച്ചായിരിക്കും ബ്രെഡിൻ്റെയും എഗ്ഗിൻ്റെ അളവ്. കാര്യം ബ്രെഡ് മുങ്ങുന്നതനുസരിച്ച് നമുക്ക് മുട്ടയും വേണ്ടി വരും. അപ്പോൾ ആദ്യം 3 മുട്ട എടുക്കുക. നമ്മളുടെ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ഇങ്ങനെ വെക്കണത്തനുസരിച്ച് നമുക്ക് ചെയ്യാം.
നമ്മൾ 4 മുട്ട എടുത്തതിൻ്റെ ഫുള്ളും ഇട്ടിട്ടൊന്നുമില്ല, എടുത്തിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊന്ന് ഇതാവാനുള്ള അത്ര. അതിൻ്റെ ഉള്ള പച്ചമുളകും മല്ലിയില നമ്മൾ എടുത്തിട്ടു. ഇനി നമുക്ക് മൂടി വെച്ച് 30 മിനിറ്റിൽ നമുക്കിനി വേവിക്കാം. നമ്മുടെ എല്ലാ ഫില്ലിങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെച്ചു. നമ്മൾ ദം കിട്ടാൻ വേണ്ടി നോർമൽ ഒരു സ്റ്റാൻഡ് വെക്കുമല്ലോ, ആ സ്റ്റാൻഡുള്ളവർക്ക് അത് വെക്കാം. ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ഇത് വെക്കാൻ പോവുകയാണ്. ഒരു സാധാരണ എങ്ങനത്തെ എന്തെങ്കിലും പ്ലേറ്റ് എന്തെങ്കിലും വെക്കാം. ഹൈ ഫ്ലെയിം ഇടുക. ഇത് ഡയറക്റ്റ് ഇത് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അടിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം ദം കിട്ടുന്ന മോഡലിൽ. എൻ്റെ മൂടി ഇതാണ്. എൻ്റെ മൂടിക്കൊരു ഹോളുള്ളതുകൊണ്ട് അത് എയർ പോകാതിരിക്കാൻ വേണ്ടി ഞാനിത് വെച്ച് ഫോയിൽ പേപ്പർ വെച്ചു. ഇങ്ങനെ ഈ പാൻ ചൂടായി കഴിഞ്ഞ് മീഡിയം ഫ്ലെയിം വെച്ച് ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് എയർ പോകാത്ത വിധത്തിലുള്ള മൂടി വെച്ച് ക്ലോസ് ചെയ്ത് 30 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നോക്കാം. മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് വിട്ടത് പോളിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ പപ്പടം കുത്തണ സ്റ്റിക്ക് വെച്ച് കുത്തി ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിലും നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ജസ്റ്റ് ഈ മോള് ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു വേറെ പാനിലോട്ട് ഇങ്ങനെ തന്നെ കമത്തിയിട്ട് വേറെ പാനിലൊന്ന് ഫ്രൈ